1986 ജനുവരിയിലാണ് വോയേജർ 2 യുറാനസിൻ്റെ അടുത്തെത്തിയത്. ജനുവരി 24 യുറാനസിൻ്റെ 81,500 കിലോമീറ്റർ അടുത്ത് വോയേജർ എത്തി. യുറാനസിനെ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് ഒരു ഉപഗ്രഹം കാണുന്നത്. അടുത്തെത്തിയപ്പോൾ 11 പുതിയ ഉപഗ്രഹങ്ങളെയാണ് വോയേജർ കണ്ടെത്തിയത്. പക്, ജൂലിയറ്റ്, പോട്ടിയ, ഖസിയ, ഡെസ്നബോന, റൊസാലിൻഡ്, ബെലിൻഡ, പെർട്ടിറ്റ, കൊർഡേലിയ, ഒഫെലിയ, ബയ്യങ്ക എന്നിവയാണ് ആ 11 ഉപഗ്രഹങ്ങൾ. അതുപോലെ യുറാനസിൻ്റെ കാന്തിക ധ്രുവം അതിൻ്റെ ഭൂമധ്യരേഖയോട് ചേർന്നതാണെന്നും ഭൂമിയുടേതുപോലെ അതിൻ്റെ ഭൗമിക ധ്രുവങ്ങളുമായി ചേർന്നില്ലെന്നും കണ്ടെത്തി. അവിടുത്തെ ഏറ്റവും കുറഞ്ഞ താപനില 0 താഴെ 353 ഡിഗ്രിയാണെന്നും തന്മൂലം യുറാനസ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹമെന്നും കണ്ടെത്തിയത് വോയേജർ 2 ആണ്. അതുപോലെ 2 പുതിയ വലയങ്ങളെയും വോയേജർ കണ്ടെത്തി. 17 മണിക്കൂറും 14 മിനിറ്റും കൊണ്ടാണ് യുറാനസ് ഒരു പ്രാവശ്യം സ്വയം കറങ്ങുന്നതെന്നും ഒരു യുറാനസ് വർഷത്തിൽ ഏറ്റവും കുറവ് സൂര്യപ്രകാശം ലഭിക്കുന്നത് അതിൻ്റെ മധ്യരേഖാഭാഗത്താണെന്നും മധ്യരേഖയിലും ധ്രുവങ്ങളിലും ഒരേ ഊഷ്മാവാണെന്നും കണ്ടെത്തി. 1989 വേനൽക്കാലത്ത് നെപ്റ്റ്യൂണിൻ്റെ ഉത്തരധ്രുവത്തിൻ്റെ മുകളിൽ 4950 കിലോമീറ്റർ ദൂരത്തിലൂടെ പറന്നപ്പോൾ നെപ്റ്റ്യൂണിനടുത്തെത്തുന്ന ആദ്യ ഉപഗ്രഹവും 4 ഔട്ടർ പ്ലാനറ്റുകളും സന്ദർശിച്ച ആദ്യ ഉപഗ്രഹവുമായി വോയേജർ 2 മാറി. ഡെസ്പീന, ഗലാഡി, ലറിസ, പോട്രിയാസ്, നയാദ്, തലസ തുടങ്ങിയ 6 പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതും ഈ സമാഗമത്തിലാണ്. നെപ്റ്റ്യൂണിൻ്റെ തെക്കേ പകുതിയിൽ ദ ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് എന്ന കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുന്ന ഒരു ഭീമാകാരനായ കൊടുങ്കാറ്റിനെ കണ്ടെത്തിയതും വോയേജർ 2 ആയിരുന്നു. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ട്രൈറ്റൺ ആയിരുന്നു വോയേജർ പഠിച്ച അവസാനത്തെ ഖരാവസ്ഥയിലുള്ള വസ്തു. അതിനുശേഷം എക്ലിപ്റ്റിക്കൽ പ്രതലത്തിൻ്റെ താഴേക്കൂടെ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. പ്രശസ്തമായ മങ്ങിയ നീലക്കുത്ത് അഥവാ പെയിൽ ബ്ലൂ ഡോട്ട്, ആ കുത്തിനെ നിങ്ങൾ ആലോചന വിഷയമാക്കുക. അതാ ഇവിടെ, അതാണ് വീട്, അതാണ് നമ്മൾ. ഈ വലിയ പ്രാപഞ്ചിക അരങ്ങിലെ ഒരു ചെറിയ കളിത്തട്ട് മാത്രമാണ് നമ്മുടെ ഭൂമി. മനുഷ്യൻ്റെ അഹങ്കാരം എത്ര വലിയ വിഡ്ഢിത്തമാണെന്ന് തെളിയിക്കാൻ നമ്മുടെ ഈ ചെറിയ ലോകത്തിൻ്റെ ദൂരെ നിന്നുള്ള ഈ ചിത്രം മാത്രം മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പരസ്പരം അനുകമ്പയോടെയും കരുണയോടെയും സഹവർത്തിക്കണമെന്നും നമ്മൾക്കിതുവരെ അറിയാവുന്ന ഏക ഭവനമായ ഈ മങ്ങിയ നീലക്കുത്തിനെ നമ്മൾ സംരക്ഷിക്കണമെന്നും നമ്മളോട് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ചിത്രം. കാൾ സാഗൻ എന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ നമ്മുടെ ഭൂമിയുടെ ദൂരെ നിന്നുള്ള ഒരു ചിത്രം കണ്ട് പറഞ്ഞതാണീ പ്രശസ്തമായ വാക്കുകൾ. എക്ലിപ്സ് പ്രതലത്തിൻ്റെ 32 ഡിഗ്രി മുകളിൽ 400 കോടി മൈലുകൾ മുകളിൽ നിന്ന് വോയേജർ 1 തൻ്റെ ഇൻ്റർസ്റ്റെല്ലാർ യാത്രയ്ക്കിടെ 1990 എടുത്തതാണ് ആ ചിത്രം. വയലറ്റ്, നീല, പച്ച തുടങ്ങിയ വർണ്ണങ്ങളിലാണ് ഈ ചിത്രമെടുത്തത്. പിന്നീട് അത് കൂട്ടിച്ചേർത്തതാണ് നമ്മൾ കാണുന്ന ഈ കളർ ചിത്രമുണ്ടാക്കിയത്. ആ ചിത്രത്തിൽ വെറും 0.12 പിക്സൽ വലിപ്പം മാത്രമേ നമ്മുടെ ഭൂമിക്കുള്ളൂ. ഈ ചിത്രത്തിന് ശേഷം വോയേജർ 1 തൻ്റെ ക്യാമറ എന്നേക്കുമായി അണച്ചു. ഇതിനു മുമ്പ് തന്നെ വോയേജർ 2 ക്യാമറ അണച്ചിരുന്നു. തൻ്റെ ഉപകരണങ്ങൾ പ്രവർത്തിക്കാനുള്ള ഊർജം സംരക്ഷിക്കാനായിരുന്നു അത്. അതിനുശേഷം വോയേജർ തൻ്റെ ഇൻ്റർസ്റ്റെല്ലാർ യാത്രയിലേക്ക് കടന്നു. ഇൻ്റർസ്റ്റെല്ലാർ യാത്രയുടെ വിവരങ്ങൾ നമ്മൾക്കറിയാൻ ശ്രമിക്കാം അടുത്ത എപ്പിസോഡിലൂടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ കാണുന്നതിന് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.